കേരള സർവകലാശാലയിലെ VC സിൻഡിക്കേറ്റ് അധികാര തർക്കം അങ്ങനെ സമവായത്തിലേക്ക് എത്തുകയാണ്. സർക്കാർ ഇടപെടലിനെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാമെന്ന് VC ഉറപ്പ് നൽകിയതോടെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിയുന്നത്. സർവകലാശാല പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിഷയത്തിൽ ഇടപെട്ടത്. സനിസ ശോഭ ചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഏറെ നാളുകളായി ഈ കേരള സർവകലാശാല കലാപശാലയാകുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിൻഡിക്കേറ്റും VCയും ഒപ്പം തന്നെ ഗവർണറും സർക്കാരും എല്ലാവരും പക്ഷം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇതിപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തുക? സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നതോടുകൂടി സമവായമാകുമോ? എന്തൊക്കെ നിർദ്ദേശങ്ങൾ സർക്കാരിൽ നിന്ന് VCക്ക് ലഭിച്ചിട്ടുണ്ട് സനിസ? കേരള സർവകലാശാല VC സിൻഡിക്കേറ്റ് അധികാര തർക്കം സമവായത്തിലേക്ക് നീങ്ങുകയാണ്. സർക്കാർ ഇടപെടലിനെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാമെന്ന് VC ഉറപ്പു നൽകിയതോടെയാണ് പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തെളിയുന്നത്. സർവകലാശാല പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ടത്. VC മോഹനൻ കുന്നുമ്മലിനോടുള്ള നിലപാടിൽ മന്ത്രി അഴഞ്ഞതോടെയാണ് കഴിഞ്ഞ ദിവസം ഔദ്യോഗിക വസതിയിൽ നേരിട്ടെത്തി ആർ ബിന്ദുവിനെ VC കണ്ടത്. കേരള സർവകലാശാല വിഷയത്തിനപ്പുറം മറ്റ് സർവകലാശാലയിലെയും പ്രശ്നപരിഹാരത്തിനാണ് സമന്വയപാത സർക്കാർ തുറന്നതെന്ന് പറയാൻ. കുട്ടികളുടെ പല റിപ്പോർട്ടുകളും കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. വലിയൊരു ഭരണ പ്രതിസന്ധി സർവകലാശാലകളിലുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഗവർണർ കേരളത്തിൽ തിരിച്ചെത്തിയാൽ മന്ത്രിമാർ രാജ്ഭവനിലെത്തി പ്രതിസന്ധി പരിഹാരത്തിനുള്ള ചർച്ചകൾ നടത്തുമെന്നാണ് ജിൽസി അറിയാൻ കഴിയുന്നത്. സനിസ, അപ്പം തന്നെ ഈ യോഗം വിളിക്കാമെന്ന് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാമെന്ന് VC ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ യോഗത്തിൽ ഒരുപക്ഷെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ ഒരു സമവായത്തിലേക്ക് എത്തി. ഇന്നലെ തന്നെ നമ്മൾ SFIയുടെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളൊക്കെ കണ്ടതാണ്. വലിയ പ്രതിഷേധങ്ങൾക്കൊന്നും മുതിരാതെ ഫയലുകൾ ഒപ്പിട്ട് തീർക്കാൻ VCക്ക് ഒരു അവസരം നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൃത്യമായി തന്നെ സർക്കാരും VCയും സമവായത്തിന്റെ പാതയിലാണെന്ന് പറയാൻ കഴിയുമോ? സർക്കാർ സമവായ പാത സ്വീകരിച്ചാലും VCയുടെ നിലപാടുകൾ കൂടി ഇതിൽ നിർണായകമാകും. VCയും അത്തരമൊരു വഴങ്ങുന്നതിന്റെ സൂചനകൾ കാണിക്കുന്നുണ്ടോ സനിസ? അതെ, സർക്കാർ ഇതിൽ ഇടപെട്ടതോടുകൂടി തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിഷയത്തിൽ അയഞ്ഞതോടെ VCയും ഈ വിഷയത്തിൽ ഒരു സമവായത്തിന് ഒരുങ്ങുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തുടർന്ന് ഗവർണർ കേരളത്തിൽ തിരിച്ചെത്തിയാൽ മന്ത്രിമാർ രാജ്ഭവനിലെത്തി ചർച്ചകൾ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിൽസി. ശരി, സനിസ ശോഭ ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയത്.